തേച്ച പെണ്ണിന് വേണ്ടി ഒരു മഹാകാവ്യം എഴുതിയായിരുന്നല്ലോ. ഒരു പാട്ട് എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ അതുപോലെ അനുഭവിക്കുന്ന ആരെ കൊണ്ട് ഇപ്പൊ എസ് കെ ഉണ്ടെങ്കിൽ താങ്കൾക്ക് വേണ്ടി കൂടിയാണ് ആ പാട്ട്. അപ്പൊ എനിക്കൊന്ന് വേണം ആ പാട്ടിന്റെ യൂട്ടിലിറ്റി എനിക്ക് നോക്കാറുണ്ട്. ഓക്കെ. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞോട്ടെ പെണ്ണേ, ഒരു നാളും ഞാൻ മറക്കില്ല നിന്നെ. മറ്റൊരാളിന്റെ വധുവായ നിന്നെ ഇറ്റു കണ്ണീരാലോർക്കുന്നു ഇന്നും. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞോട്ടെ പെണ്ണേ, ഒരു നാളും ഞാൻ മറക്കില്ല നിന്നെ. നിയമവിരുദ്ധമായ കാര്യമാ ആ കൂടെ കേട്ടപ്പോ എനിക്ക് മനസ്സിലായത്. മാത്രമല്ല ഒരു പിടയ്ക്കുന്ന കരളിന്റെ ഒരു ശീൽക്കാരം അതിൽ ഞാൻ കണ്ടു. അത് ഒരാളുടെ അല്ല, 1000 പേരുടെ. അല്ല, ഏതെങ്കിലും വീട്ടിൽ ഇതുള്ള നിരാശപ്പാട്ടുള്ള നിരാശപ്പാട്ടുകളൊക്കെ ഉണ്ട്. അല്ല കോവൂരിനെ തേച്ചന്റെ അനുസ്മരണാർത്ഥം എഴുതിയ പാട്ട്. ഇതെല്ലാരും ഈ കോഴിക്കോട്ടുകാർ മൊത്തം ഇങ്ങനെ തേച്ച പാട്ടാണല്ലോ. എന്തിനു വെറുതെ ആശകൾ തന്നു നീ ഓടിയൊളിച്ചു ദൂരെ, നീ നൽകിയ ചുംബന പുഷ്പങ്ങൾ ഞാൻ എവിടെയൊളിപ്പിക്കും. അമ്പൽക്കുളങ്ങളിൽ അമ്പൽ പറിക്കാനും ആര്യാടൻ പാടത്ത് ഓടി നടക്കാനും ഇനി നീ തേങ്ങും എന്നുള്ളം അറിയാതെ തേങ്ങും. തേങ്ങലിൻ കൂട്ടായി കണ്ണീരു മാത്രം, കൂട്ടായി കണ്ണീരു മാത്രം. ആത്മാവിൻ വേദന കാണാൻ നീ എവിടെ? കാണാത്ത ദൂരം പറന്നകന്നില്ലേ? നിന്നെ കുറിച്ചുള്ള ഓർമ്മകളെന്നും അറിയാതെ പറയാതെ കണ്ണുനീർ പറയും. നെഞ്ച് നീറി പടർന്ന് കർച്ചീവ് വേണോ? കർച്ചീവ് ഹൃദയത്തിന്റെ അന്തരാളത്തിൽ നിന്ന് കയറി വന്നോലും ഉറപ്പാണ് അല്ലേ? എന്റെ ഭാര്യ ഷോ കാണുന്നുണ്ട്. ഇത് കോവിന് വേണ്ടി അല്ലല്ലോ, ഈ ലോകമുള്ള എല്ലായിടത്തുള്ള കോവിരന്മാർക്ക് വേണ്ടി, എല്ലാ തേപ്പുകാർക്കും വേണ്ടിയിട്ട്. വിനോദം കൈക്കലാക്കിയ എല്ലാ കോവിരുമാരും അല്ലേ? വിനോദ് കോവൂര് ACV വർക്ക് ചെയ്തിട്ടുണ്ടോ? എന്റെ ആദ്യ കാലഘട്ടം കോഴിക്കോട് ACV ചാനലിലെ അവതാരകനായിരുന്നു ഞാൻ. റിപ്പോർട്ടറായിരുന്നു, വാർത്ത വായിക്കായിരുന്നു. അവിടുന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാൻ ഈ റിപ്പോർട്ടറായിട്ടിരിക്കേ അന്ന് പാമ്പ് വേലായുധൻ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം കോഴിക്കോട് ഇങ്ങനെ സർപ്പയജ്ഞം നടത്തുമ്പോ ഇതൊക്കെ പോയി അപ്പൊ അദ്ദേഹത്തിന്റെ സർപ്പയജ്ഞം ഒരുപാട് കണ്ടതാണ്. എനിക്ക് ഭയങ്കര ഒരു പാമ്പിനെ എനിക്ക് പേടിയാണ്, പക്ഷെ ഈ യജ്ഞം കാണാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പലതരം പാമ്പുകൾ കാണാമല്ലോ. അപ്പൊ ഒരിക്കലും എനിക്ക് രാവിലെ ഞാൻ ACV ചെന്നപ്പം അവിടുത്തെ സാറ് പറഞ്ഞു, വിനോദ് ഇന്ന് പാമ്പ് വേലായുധന്റെ വീട്ടിലൊന്ന് പോകണം, പാമ്പ് വേലായുധനൊന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് വരണം, അദ്ദേഹത്തിന്റെ വീട് ഇന്ന സ്ഥലത്താണ്, ഒരു ക്യാമറമാനും കുട്ടിക്ക് പൊക്കോന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ടാസ്ക്കാണ് ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ. അങ്ങനെ ഞാൻ പോയി. ഇയാളെ വീട് ചെന്നപ്പം വീട് ഒരു കുഗ്രാമത്തിലാണ്, ചെറിയൊരു വീടാണ്, ഒരു ഓലമേഞ്ഞ് ബാക്കി ഷീറ്റ് ഉണ്ടാക്കി. വീടിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വീടിന്റെ പരിസരം തന്നെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ്. പലതരം വള്ളികളും ഒക്കെ ആയിട്ടൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ഇയാള് ആരാ എന്താ? അപ്പൊ ഞാൻ ACV ചാനലിൽ നിന്നാണ്, വേലാതേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടത്. വരി ഇരിക്കും ഇതൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിലിരിക്കാൻ സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പൊ അയാൾ മോളെ ആ സ്റ്റൂളും എടുക്കുമെന്ന് പറഞ്ഞാൽ മോളെ ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്ന്, ഒരു സ്റ്റൂളേ ഉള്ളൂ. അപ്പോൾ ക്യാമറമാനെ സ്റ്റൂളിൽ ഇരുത്തി എന്നോട് അവിടെ വലിയൊരു പെട്ടി, ആ പെട്ടി ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ആ പെട്ടിയുടെ മേലെ ഞാനും ഇരുന്നു. അങ്ങനെ രണ്ടാളും ഇരുന്ന് ഇയാള് താഴെ ഇരിക്കുകയാണ്. ഒരു പലകയുടെ മേലെ നിന്നിട്ടാണ് ഇയാൾ ഞങ്ങളോട് കഥ പറയണത്. അപ്പം ഞാൻ ഇയാളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോയി, ക്യാമറമാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇന്റർവ്യൂവിന്റെ അവസാനം ഞാൻ ചോദിച്ചു, വേലാതേട്ടൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ പാമ്പിനെ ഒന്ന് കാണിച്ചു, അത് ഏതാണ്? ഏറ്റവും വലിയ പാമ്പിനെ കാണിക്കണമെങ്കിൽ വിനോദം ഒന്ന് എണീക്കണം എന്ന് പറഞ്ഞു. വിനോദം എണീക്കണം? അതിരാ വിനോദം അതിന്റെ മേലെ ഇരിക്കണം. സ്പ്രിങ് എണീക്കുമ്പോഴാണ് ഞാൻ എണീറ്റ്, കാരണം എനിക്ക് അത്ര പേടിയാണ് പാമ്പിനെ. ഞാൻ എണീറ്റും കൊണ്ട് മാറി നിന്നപ്പം വേലാതേട്ടൻ ഒരു ചെറിയൊരു കുറ്റിയുണ്ട്. ആ കുറ്റി ഒരു തട്ട് തട്ടിയപ്പം ആള് തന്നെ പൊന്തി മൂടിയൊക്കെ പൊന്തിച്ചിങ്ങോട്ട് വന്ന് രാജവമ്പാല ഇങ്ങനെ പത്തിവിടത്തേക്ക് നിൽക്കുക. ഞാനിങ്ങനെ കൂപ്പിട്ട് ഇങ്ങനെ. അപ്പൊ വേലാതേട്ടൻ ഒന്നുമില്ല
ഏറ്റവും വലിയ ആളാരാന്ന് ചോദിച്ചതാ, അവിടെ ഇരുന്നോന്ന് പറഞ്ഞപ്പോ പാമ്പ് ഇങ്ങനെ നോക്കി, പാമ്പ് അതേപോലെ താന്നു പോയി. ഇയാള് പെട്ടി അടച്ചു. ഇരിക്കും വിനോദം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ഞാൻ അവിടെ ഇരിക്കില്ല, ഇനി ഞാൻ അവിടെ ഇരിക്കില്ല. ഇതുവരെ ഇരുന്നത് ഞാൻ അറിയാണ്ടിരുന്നു പോയതാണ്. ഇനിയിപ്പോ അറിഞ്ഞോണ്ട് നമ്മൾ അവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ അമ്മ ശരിക്കും പേടിച്ചതും. അത് ശരിക്കും നമ്മുടെ ക്യാമറമാൻ പകർത്തി എന്റെ ആ ഭാവവും കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടിൽ വന്നു എന്നുള്ളത് അത് വലിയൊരു അനുഭവമാണ്.